എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയ സിഡ്നിയിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടത് മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയ ഒന്നുമല്ല. അതായത് ന്യൂ സൗത്ത് വെയിൽസ് പോലീസിലെ ഉന്നതർ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അതായത് ആക്രമണം നടന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 12 മണിക്കാണ്. അതായത് ബാപ്പയും മകനും ചേർന്ന് ബോണ്ടി ബീച്ചിലോട്ട് വരുന്നു. അതായത് പർദ്ദയിട്ടിട്ടാണ് വന്നത്. ഏകദേശം 12 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് വന്നത്. ആ പർദ്ദക്കുള്ളിൽ ആയുധങ്ങൾ ഒളിപ്പിച്ചിട്ടാണ് വന്നത്. അപ്പോൾ 20 മിനിറ്റോളം വെടിയുതിർക്കുന്നു. ഏകദേശം 18ഓളം ജൂതന്മാർ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഈ ആക്രമണം നടക്കുന്ന ഏകദേശം 2 ദിവസം മുന്നേ അവിടെ 52 പോലീസുകാർ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു ഈ ബോണ്ടി ബീച്ചിൽ. അതായത് അവിടെ ഹനോക്ക ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. ഓൾറെഡി ഓസ്ട്രേലിയൻ സർക്കാർ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, രഹസ്യാന്വേഷണ ഏജൻസികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജൂതന്മാർ എവിടെ ഗ്യാദർ ചെയ്യുന്നു അവിടെ ഒരുപാട് പോലീസിനെ ഇൻസ്റ്റാൾ ചെയ്യണം, വലിയ രീതിയിലുള്ള ആയുധങ്ങളും മെഷീൻ ഗണ്ണ് അത്രയും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം ഓസ്ട്രേലിയൻ സർക്കാരിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ, ഇസ്രായേൽ പോലുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ ഇവർക്കൊക്കെ വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. അതായത് ഒരുപാട് ഡാറ്റ കൈമാറിയിരുന്നു. ഒരു അറ്റാക്കിന് സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് നടക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചാണ് ഏകദേശം 52ഓളം പോലീസുകാർ ഇൻസ്റ്റോൾ ചെയ്തത്. പക്ഷേ പുടുന്നിനെ ആക്രമണം നടക്കുന്ന ഏകദേശം 2 ദിവസം മുന്നേ വെള്ളിയാഴ്ച 50 പോലീസുകാരുടെ പിൻവലിച്ചിട്ട് 2 പോലീസുകാരെ വെക്കുന്നു. അപ്പോൾ ഇത് തന്നെയാണ് പോലീസിലെ ചില ആൾക്കാർ, ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ ഈ വിവരം പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വിഷയം ഉണ്ടല്ലോ, ശരിക്കും ഓസ്ട്രേലിയ വലിയ രീതിയിലുള്ള ഒരു കലാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മീഡിയയൊക്കെ ഒറ്റക്കെട്ടായിട്ട്, എല്ലാ മീഡിയകളും ഒറ്റക്കെട്ടായിട്ട് ആന്റണി ആൽബനീസിനെതിരെ ഇങ്ങനെ വലിയ രീതിയിൽ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ബേസിക്കലി ഒരു ഹമാസ് സപ്പോർട്ടറാണ്, ഒരു പാലസ്തീൻ സപ്പോർട്ടറാണ്. നമുക്കറിയാം ഈ ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന ഭാഗമായിട്ട് നെതന്യാഹുവിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ആ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയ അടക്കം ആൾക്കാർ ഹമാസിനെ ഫണ്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിന് പല പല കാരണങ്ങളും ഈ അടുത്ത് തന്നെ പല റിപ്പോർട്ടുകളും വന്നിരുന്നു. ഈ ആന്റണി ആൽബനീസിൻ്റെ മകൻ നഥാൻ ആൽബനീസ് പല രാജ്യങ്ങളിലും ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിനൊക്കെ ഫണ്ട് ചെയ്യുന്നതും അതിൻ്റെയൊക്കെ പങ്കാളികളൊക്കെ ഈ ഹമാസിൻ്റെ സപ്പോർട്ടേഴ്സാണ്, ഹമാസിൻ്റെ ലീഡേഴ്സാണെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇയാൾ ഹമാസിനെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആന്റണി ആൽബനീസ്, ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഒരു കോമൺ പിക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സർക്കാർ സ്പോൺസേഡ് അറ്റാക്ക് ആയിരുന്നു. അതായത് ആന്റണി ആൽബനീസ് അറിഞ്ഞുകൊണ്ട് ഹമാസിനെ പിന്തുണക്കാൻ വേണ്ടി, ഹമാസിനെ പ്രീതിപ്പെടുത്താൻ നടത്തിയൊരു ഓപ്പറേഷൻ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 50ഓളം പോലീസുകാരെ ഡ്യൂട്ടിയിൽ നിന്ന് പിൻവലിക്കുന്നതും 2 ദിവസം കഴിയുമ്പോൾ അവിടെ അറ്റാക്ക് നടക്കുന്നതും. പിന്നെ അതുമാത്രമല്ല ഈ ബാപ്പയും മകനും, അതായത് അറ്റാക്ക് നടത്തി ബാപ്പയും മകനും വന്നത് ഏകദേശം 12 കിലോമീറ്റർ സഞ്ചരിച്ചാണ്, പർദ്ദയിട്ടിട്ടാണ് വന്നത്. പർദ്ദക്കുള്ളിലാണ് ആയുധങ്ങൾ ഒളിപ്പിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് വരുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും സെക്യൂരിറ്റി, അതായത് ഒരുപാട് പബ്ലിക് പ്ലേസിൽ ഒരുപാട് സെക്യൂരിറ്റി മെഷർമെൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ ക്യാമറയ്ക്ക് ഇല്ലേ, അതുപോലുള്ള സംഭവങ്ങൾ ഓൾവേസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നുണ്ട് ചില പോലീസ്. അപ്പോൾ ഇതൊന്നും അവരെ കണ്ണിൽപ്പെട്ടില്ലേ? അതായത് അറ്റാക്ക് നടന്ന സമയത്ത് ഈ ബോണ്ടി ബീച്ചും സിഡ്നിയും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ 10-11 കിലോമീറ്ററാണ്. ഈ 11 കിലോമീറ്റർ പോലീസിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് എടുത്തു എന്നാണ് പറയുന്നത്. അവിടെ ആ ഏരിയയിലാണ് ട്രാഫിക്കോ അങ്ങനെയുള്ള ഒരു കാര്യമില്ല. അപ്പോൾ ഈ വിവരം ലഭിച്ചിട്ടും, അത് അറ്റാക്ക് ഫസ്റ്റ് വെടിപൊട്ടിയ ഉടനെ തന്നെ പോലീസിനെ അറിയിച്ചു. സിഡ്നി പോലീസിൽ വിവരം എത്തി. അപ്പോൾ 20 മിനിറ്റോളം വൈകിയാണ് പോലീസ് എത്തിയത്. അപ്പോൾ പോലീസ് എത്തിയത് തന്നെ ചെറിയ പിസ്റ്റളൊക്കെ ആയിട്ടാണ്. ഓൾറെഡി അവിടെ 2 പോലീസുകാരുണ്ട് സെക്യൂരിറ്റി ഇതായിട്ട്. അവരുടെ കയ്യിൽ സാധാ പിസ്റ്റൾ മാത്രമാണ്. നേരത്തെ തലേന്ന് ഇന്റലിജൻസ് വിവരം കൊടുത്തിരുന്നു. അതായത് മെഷീൻ ഗണ്ണ് പോലുള്ള വൻകിട ആയുധങ്ങൾ പോലീസുകാർക്ക് കൊടുക്കണം, എന്താ ഒരു അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ തോക്ക് ഒരു ന്യൂ ജനറേഷൻ തോക്ക് പോലും കൊടുത്തില്ല, വെറും പിസ്റ്റൾ മാത്രമാണ് കൊടുത്തത്. അപ്പോൾ അപകടം നടന്നിട്ട് വിവരം ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അവിടുന്ന് പോലീസുകാർക്ക് വരുന്നത് ഈ പിസ്റ്റളായിട്ടാണ്. ഞാൻ പറയട്ടെ, ഒരാൾ മെഷീൻ ഗണ്ണ് എടുത്തിട്ട് ബാപ്പയും മകനും തുരുതുരാ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ നേരിടാൻ ഈ പോലീസുകാർ 100 പോലീസുകാരും പിസ്റ്റൾ എടുത്ത് വന്നിട്ട് എന്താ ചെയ്യുക? തുരുതുരാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തട്ടിപ്പോലെ. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഈ ആന്റണി ആൽബനീസ് എന്ന് പറയുന്ന ഇയാളെയും വേണമെങ്കിൽ ജിഹാദി എന്ന് വേണമെങ്കിൽ പറയാം. ഇയാൾ ഹമാസിനെ പ്രീതിപ്പെടുത്താൻ നടത്താൻ വേണ്ടിയിട്ട് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒന്ന് ഫ്രീസ് ചെയ്തതാണ് കുറച്ച് നേരത്തേക്ക്. അങ്ങനെയുള്ളൊരു ടോക്ക് ഇപ്പോൾ ഓസ്ട്രേലിയ നടക്കുന്നുണ്ട്. അതായത് ഇത് ശരിക്കും നമ്മുടെ ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസിൻ്റെ ആൾക്കാർ ഒരു മ്യൂസിക് കൺസേർട്ടിൽ വന്നിട്ട് ഏകദേശം 1200 പേരെ കൊന്നില്ലേ, കുറേ ആളെ ബന്ദികളാക്കി. അപ്പോൾ സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. അതായത് ജൂതന്മാർ ഒത്തുകൂടുന്നു, അവരുടെ ഹനോക്ക ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു, അവർ എൻജോയ് ചെയ്യുന്നു, അത് പാട്ടും ഇതൊക്കെ ആയിട്ട് വലിയ രീതിയിൽ എൻജോയ്മെൻറ്റ് നടത്തുന്നു. അതിലേക്കാണ് വെടിവെക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് ഹമാസ് മോഡൽ ഓപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ചില ഈ ഡിഫൻസ് സൈഡിലൊക്കെ വരുന്ന കുറേ വാർത്തകൾ പ്രകാരം എന്താണെന്നറിയോ,
ഇതൊരു ശരിക്കും ഹമാസിൻ്റെ ആൾക്കാരെന്നെ എക്സിക്യൂട്ട് ചെയ്തൊരു ഓപ്പറേഷനാണ്. അത് ശരിക്കും മസൂദ് അസറിൻ്റെയും ജെയ്ഷെ മുഹമ്മദിൻ്റെ ആൾക്കാർക്ക് ഇതിൽ പങ്കുണ്ട്, അതിലെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഹമാസിൻ്റെ കുറേ ആൾക്കാർ പാകിസ്ഥാനിൽ ഓൾറെഡി സെറ്റിലായിരിക്കുകയാണ്. അതായത് ഖത്തർ പോലുള്ള രാജ്യങ്ങൾ അവർക്കിനി അഭയം കൊടുക്കില്ല, അവർക്കിനി ഫൈനാൻഷ്യൽ എയ്ഡും കൊടുക്കില്ല. ഇസ്രയേൽ അന്ന് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇസ്രയേൽ അന്ന് ഖത്തറിലേക്ക് റെഡിച്ചില്ലേ, ആ സമയത്ത് തന്നെ ഇസ്രയേൽ ഇവർക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു കാരണവശാലും ഇനി മുതൽ ഇവർ ഹമാസിന് ഫണ്ട് ചെയ്യുകയോ അവരെ ലീഡേഴ്സിന് അഭയം കൊടുക്കുകയോ ആർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല, നമ്മൾ ഇവർക്കിടെ അടിച്ചിരിക്കുന്നില്ല കാര്യത്തിൽ ഇനി അമേരിക്കയല്ല ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കേൾക്കില്ല എന്ന് ഇസ്രയേലിൽ നിന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ ഖത്തറിൻ്റെ ഭാവിയൊക്കെ കണ്ടിട്ട് അവർ ശരിക്കും കുറേ ഹമാസ് ലീഡേഴ്സിനെ ഖത്തറിൽ നിന്ന് ഓടിച്ചെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അത് സത്യമാണോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ എന്തിനായാലും അവരൊക്കെ അഭയം തേടിയിരിക്കുന്നത് പാകിസ്ഥാനിലാണ്. ഇപ്പം അവർക്കൊക്കെ അഭയം കൊടുത്തത് പാകിസ്ഥാനാണ്. ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഇസ്രയേലിലേക്ക് വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ട് കുറേ ഹമാസിൻ്റെ തീവ്രവാദികളെ റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ അവന്മാർക്കൊക്കെ അവിടെ പാകിസ്ഥാനിൽ വലിയ സ്വീകരണം കൊടുത്തിട്ട് അവർ പാകിസ്ഥാൻ ഗവൺമെൻറ് അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മളിവിടെ ചെയ്തു തരാം, നിങ്ങൾ ഇന്ത്യക്കെതിരെ പോരാടണം. അതായത് ഇന്ത്യക്കെതിരെ പോരാടണം എന്നൊരു അത് പി ഒ കെയിലേക്ക് അവർക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലൊരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെ നിർമ്മിക്കാൻ പാക് സർക്കാർ തയ്യാറാണെന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് ഹമാസിൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് എൻജോയ്മെൻറ്റിനും അവർക്ക് പെണ്ണ് പിടിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് അത്രയധികം സൗകര്യങ്ങൾ ചെയ്തു തരാം, പക്ഷേ നിങ്ങൾ ഇന്ത്യക്കെതിരെ പോരാടണം പി ഒ കെയിൽ നിന്നിട്ട്. പാകിസ്ഥാൻ ഒറ്റയ്ക്ക് പറ്റില്ല എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ഹമാസിലെ ലീഡേഴ്സൊക്കെ ഒരു അഭയമായിട്ട് കാണുന്ന പാകിസ്ഥാനാണ്. അപ്പോൾ ആ പാകിസ്ഥാനിൽ നിന്നുള്ള രണ്ട് ആൾക്കാർ തന്നെയാണ് ഈ ഹമാസ് സ്റ്റൈൽ ഓപ്പറേഷൻ, അതായത് ഒക്ടോബർ 7 സ്റ്റൈൽ ഓപ്പറേഷനാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ നടന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തത് അവിടുത്തെ പ്രധാനമന്ത്രി ആൻ്റണി ആൽബനീസ് എന്നാണ് ഓസ്ട്രേലിയക്കാരടക്കം പറയുന്നത്. ഇവർ ഈ ആൻ്റണി ആൽബനീസിൻ്റെ ഭരണകൂടത്തിലെ ചില മന്ത്രിമാർ പോലും ഇപ്പം രാജിവെക്കാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അവിടെ വലിയ രീതിയിലൊരു മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ആൻറ്റി മുസ്ലിം മൂവ്മെൻറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ പല രീതിയിൽ അവിടെ കഴിഞ്ഞ ദിവസം പർദ്ദ ബാൻ ചെയ്യുന്ന ഒരു ന്യൂസ് വന്നു. അതായത് പർദ്ദക്കുള്ളിൽ ആയുധൊളിപ്പിച്ചിട്ടാണ് തീവ്രവാദികൾ വന്നത്. ഇത്രയധികം സുരക്ഷാ വീഴ്ച ഉണ്ടായത് എങ്ങനെയെന്ന്, അതായത് പോലീസുകാരെ 2 ദിവസം മുന്നേ എന്തിനു പിൻവലിച്ചു അതിന് വ്യക്തമായി ഉത്തരം നൽകാതെ ആൻ്റണി ആൽബനീസിന് ഒരു കാരണവശാലും ഇനി ആ തൽസ്ഥാനത്ത് തുടരാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് അടുത്ത ദിവസം പാർലമെൻറ്റ് മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഇതിന് ഉത്തരം കൊടുത്തില്ലെങ്കിലോ വലിയൊരു ജനകീയ മുന്നേറ്റം, അതായത് നമ്മളെ മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ജനസി കലാപം എന്നൊക്കെ പറയുന്നില്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ അരങ്ങേറാനുള്ള സാധ്യതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സുരക്ഷാ അന്വേഷണ ഏജൻസികൾ, മൊസാദ്, റോ, അങ്ങനെയുള്ള ഒരുപാട് ഇറാൻ്റെ ആൾക്കാർ അവരൊക്കെ വ്യക്തമായ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഹനോക്ക ഡേ സെലിബ്രേഷനിലോ അതായത് ക്രിസ്മസിൻ്റെ ഇടയിലോ വലിയ രീതിയിലൊരു അറ്റാക്കിന് സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസ്ട്രേലിയയിൽ ഒരുപാട് ജൂതന്മാരുണ്ട് അവിടെ, ഇവിടെ നിന്നൊക്കെ മൈഗ്രേറ്റ് വന്ന ആൾക്കാർ. പിന്നെ അത് മാത്രമല്ല ഈ ഓസ്ട്രേലിയ ഇപ്പം വലിയ രീതിയിൽ ജിഹാദികൾ ഇങ്ങനെ വേരുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ തന്നെയാണ്. ഈ ഇവിടെ പലസ്തീനെ അനുകൂലമായിട്ട് സിഡ്നി ബ്രിഡ്ജിൽ നടന്ന ഒരു വലിയൊരു അനുകൂല സമ്മേളനത്തിൽ 10-25,000 പേര് പങ്കെടുത്തു. ചെറിയ 10,000 പേർക്ക് കൊള്ളാവുന്ന സ്ഥലത്ത് ഒരു സൂചി ഇട്ട് കഴിഞ്ഞാൽ താഴെ വീഴാത്ത തരത്തിലുള്ള ആൾക്കാരായിരുന്നു അന്ന് ആ ബ്രിഡ്ജിൽ ഒത്തുകൂടിയത്. മൊത്തത്തിൽ ജിഹാദികൾ വിഴുങ്ങിയിരിക്കുന്നത് ആൻ്റണി ആൽബനീസിൻ്റെ ഭരണത്തിലുണ്ടല്ലോ. ഓസ്ട്രേലിയ മുച്ചൂട് മുടിയും തന്നെയാണ്. അപ്പോൾ അതിനു മുന്നേ ഇയാളെ പിടിച്ച് പുറത്താക്കണം. അതിനു മുന്നേ പടിയിറങ്ങുന്നതിന് മുന്നേ തന്നെ വ്യക്തമായി ഈ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളൊരു സെറ്റപ്പിലാണ് അവിടുത്തെ ജനങ്ങളും പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.